അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനെതിരെ ഉണ്ടായ വൻ ഹെയ്റ്റ് ക്യാമ്പയിനെതിരെ പൃഥ്വിരാജിന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ വരെ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. അവർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് നമ്മൾ ഇന്നലെ വായിച്ചതാണ്. എന്തായാലും ഇതിനെല്ലാം പിന്നാലെ നിരവധി പേർ മല്ലിക സുകുമാരനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാക്ഷാൽ മമ്മൂട്ടി തൊട്ട് ആസിഫ് അലി വരെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഗുജറാത്ത് കലാപത്തെ വേറെ രീതിയിൽ കാണിക്കുന്ന, ഹിന്ദുക്കളെ മോശക്കാരാക്കി കാണിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് പലരും പ്രശ്നം ഉണ്ടാക്കിയപ്പോ മോഹൻലാൽ അടക്കമുള്ളവർ ഖേദപ്രകടനം നടത്തിയിരുന്നു അല്ലെ. ആ ഖേദപ്രകടനത്തെ പൃഥ്വിരാജ് അടക്കമുള്ളവർ അവരുടെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ മേജർ രവി എന്തൊക്കെയോ പറഞ്ഞ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല, മോഹൻലാൽ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ടില്ല, മോഹൻലാൽ ഒന്നും അറിയാണ്ടാണ് അഭിനയിച്ചത്, പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചതാണെന്നുള്ള രീതി. അവസാനം എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ മേജർ രവിനെ തന്നെ എല്ലാവരും പിടിച്ചങ്ങ് ഏറി കയറ്റി എന്നുള്ളതാണ്. ഈ മേജർ രവിനെ ഏറി കയറ്റാൻ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ആരാണ്? പൃഥ്വിരാജിന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരനാണ്. പുള്ളിക്കാർ ഇന്നലെ മേജർ രവിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങൾ വന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേട്ടോക്കാം. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധം പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വളരെ തുറന്നു പറയാം. എന്നാണ് പുള്ളി എഴുതിയത്? മോഹൻലാൽ കരഞ്ഞോണ്ടിരിക്കുന്നു, മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ തരാം, പാവം, അയ്യോ നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ് അദ്ദേഹം, പൃഥ്വിരാജ് അവരെല്ലാവരും കൂടെ ചതിച്ചതാണ്, അദ്ദേഹം അറിഞ്ഞില്ലെന്ന്. മോഹൻലാൽ അത് പറയുമോ? ആന്റണി പെരുമ്പാവൂർ അത് പറയുമോ? പറയില്ല. കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 1ാമത്തെ പേജിലെ 1ാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും, പല ആവർത്തി. അത് വായിച്ച് പലർക്കും പല സീനിന്റെ ഡയലോഗ് കാണാപ്പാടമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പിന്നെ പൃഥ്വിരാജിന് ആരെ ചതിക്കണമെന്ന് ഇപ്പൊ പറയുമ്പോ ന്യൂസിലൊക്കെ പറയുന്ന അതൊക്കെ അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ അത് ദൃശ്യമാധ്യമമായാലും അച്ചടി മാധ്യമമായാലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് നിങ്ങളൊക്കെ പറയും. നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയ അഭിരുചികൾ അതിൽ കാണും, പിന്നെ വ്യക്തിവൈരാഗ്യം കാണും. ഇത് സിനിമയിലുണ്ട്. ഇതിപ്പോ ഒരു ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഞാനിത് കുറെ ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പൃഥ്വിരാജിന് കൊടുത്ത ഒരു സാധനം നിങ്ങളടക്കമുള്ളവർ പറഞ്ഞു ഒരു ഹോളിവുഡ് ലെവലിലുള്ള പടമാണെന്നും പറഞ്ഞ് പലരും പറഞ്ഞു. ഓക്കെ, അതാണ് ഈ ഹോളിവുഡ് ലെവലുള്ള സിനിമയാണ് എമ്പുരാൻ എന്ന് ആദ്യം പറഞ്ഞത് ആരാണെന്ന് അറിയോ? മേജർ രവി തന്നെയാണ്. മേജർ രവി ഈ സിനിമ കണ്ട പാട് മല്ലിക സുകുമാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടം ഹോളിവുഡ് ലെവലാണ്, വേറെ ലെവലാണ്, തീ പാറുന്നൊക്കെ. അതേ ആള് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ BJP-ക്കാരും സംഘികളും എല്ലാം ഈ സിനിമയ്ക്ക് എതിരാണെന്ന് അറിഞ്ഞപ്പോ ആശാൻ എന്ത് തോന്നി? BJP അല്ലേ, നമ്മളെ പാർട്ടി അല്ലേ, ഇവരെന്ത് പറഞ്ഞാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണല്ലോ, അപ്പൊ ഇവരൊന്ന് വെള്ളം പൂശി കളയാമെന്ന്. അങ്ങനെ ആശാനെ ക്യാമറ ഓൺ ആക്കി ലൈവിൽ ഒന്ന് പറഞ്ഞതാണ്, മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല, മോഹൻലാൽ അങ്ങനെ ആക്കിയിട്ടില്ല, എമ്പുരാൻ എന്ന സിനിമ എടുത്തിട്ട് പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചതാണെന്നൊക്കെ. അവസാനം എന്ത് സംഭവിച്ചു? ആശാനെ തന്നെ എല്ലാവരും പിടിച്ചങ്ങ് ഏറി കയറ്റി. ഇതാണ് പറഞ്ഞത്, നിലപാട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഏതെങ്കിലും പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ വേണ്ടി പണയപ്പെടുത്തരുത്. ഒരു പക്ഷെ നിങ്ങൾ അങ്ങനെ പണയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ പേഴ്സണലി ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായേക്കാം, ആ പാർട്ടി നിങ്ങളെ ഒരുപാട് സഹായിച്ചേക്കാം. പക്ഷെ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഒരു വിഡ്ഢിയായി മാറും, കോമാളി മാറുന്നുള്ളതാണ്. അതിനെങ്കിലും മേജർ രവിയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കിയാണ്. എന്തായാലും ഈ എമ്പുരാൻ എന്ന സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അത് മല്ലിക സുകുമാരനോട് നേരിട്ടാണ് മമ്മൂട്ടി പ്രതികരണം അറിയിച്ചത്. അതിനെക്കുറിച്ച് മല്ലിക സുകുമാരൻ പറയുന്നത് കേട്ടോക്കാം. ഏറ്റവും വലിയൊരു തോന്നി കഴിഞ്ഞത് എന്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് മലയാളത്തിലെ ഏറ്റവും വലിയ മെഗാസ്റ്റാറിന്റെ ഇത് കണ്ടു, വിഷമിക്കേണ്ട, അതാണ് മലയാളി എന്ന് പറഞ്ഞ സിനിമാ സമൂഹം കണ്ടുപഠിക്കേണ്ടത്. വേറെ ആരുമല്ല ശ്രീ മമ്മൂട്ടി. നിങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്നുള്ള എനിക്ക് നല്ല ഭംഗിയായിട്ടറിയാം. അതൊന്നുമില്ല. ഒരു 2-3 മാസം വിശ്രമിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രാഥമിക ചികിത്സകൾ ചെയ്യുക, അദ്ദേഹത്തെ അത് കഴിഞ്ഞ് സുഖമായിട്ട് അദ്ദേഹം വന്ന് അഭിനയിക്കും. പോട്ടെ. ആ മനുഷ്യൻ ഇങ്ങനെ വിശ്രമവേളയിൽ പോലും, ദൈവമേ പെരുന്നാളായിട്ട് ഞാൻ പറയാണ്, എനിക്കൊരു മെസ്സേജ് അയച്ചു, പോസ്റ്റ് കണ്ടു, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതായത് ഒരു ആശ്വാസവചനം പറയാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചേച്ചി, അമ്മ, ആന്റി, അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അയച്ചത് ഇന്നലെ രാത്രിയിൽ എനിക്ക് കിട്ടുന്നത് ശ്രീ മമ്മൂട്ടിയുടെയാണ്. എന്റെ ജീവിതത്തിൽ ഞാനിതൊക്കെ എന്റെ മക്കളോട് ഇന്നലെ രാത്രി പറഞ്ഞു, ഞാൻ മറക്കരുതെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം ജാതിയും മതമൊന്നും നോക്കിയില്ല. ഇന്ന് പെരുന്നാളാണ്, വീട്ടിലെത്തി തിരക്ക് ഊഹിക്കാമല്ലോ, പോട്ടെ, എന്തെങ്കിലും ആട്ടെ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം എവിടെയോ ഇരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലും ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ മല്ലികയ്ക്ക് പ്രയാസം തോന്നുമായിരിക്കും എന്നൊരു തോന്നലെങ്കിലും ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ? വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഒരു പുസ്തകത്തിന്റെയും ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു സംഘത്തിന്റെയും ഒന്നും പേര് പറഞ്ഞൊന്നും പേടിപ്പിക്കരുത്. ഞങ്ങളെ വളർത്തിയത് ഈശ്വരനാണ്. ഓക്കെ, ഇതിനു വലുതിന് എന്ത് വേണം അല്ലെ? സാക്ഷാൽ മമ്മൂട്ടി വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു വലുതിന് ഇപ്പൊ എന്താണ് വേണ്ടത്? ഇതിനു വലിയൊരു സപ്പോർട്ട് ഇവിടെ ഇനി മല്ലിക ചേച്ചിക്ക് കിട്ടാനില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് പലയിടത്തും പല കമന്റ്സ് കാണാനിടയായി. പൃഥ്വിരാജിനെ നേരിട്ട് പ്രതികരിക്കാൻ പേടി ആയതുകൊണ്ട് അമ്മയെ ഇറക്കി കളിക്കുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉത്തരം മുട്ടുമ്പോ വീണെടുത്ത് കിടന്ന് ഉരുളാന്ന് കേട്ടില്ലേ? അതാണ് ഇത്തരം കമന്റുകൾ കാണുന്ന
സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ പൃഥ്വിരാജ് എന്ന വ്യക്തി ആരാണെന്നും മല്ലിക സുകുമാരൻ എന്ന വ്യക്തി ആരാണെന്നും അറിയാവുന്ന ഒരാൾക്കും ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നുന്നില്ല. നമുക്കറിയാം പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങൾ വന്നാലും പുള്ളിക്കാരൻ അതിനെതിരെ പ്രതികരിക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം അത്രയും തിരക്കുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും മൈൻഡ് ചെയ്യാൻ പുള്ളിക്കാരൻ സിനിമാ പണിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ഒരാളാണ് പൃഥ്വിരാജ്, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ മല്ലിക സുകുമാരൻ അങ്ങനെയല്ല. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. ഒരു അമ്മ എന്ന നിലയിൽ അവരുടെ ഉപദേശങ്ങൾക്കും നിലപാടുകൾക്കും സോഷ്യൽ മീഡിയയിൽ സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട് അല്ലേ. ഇടയ്ക്കിടെ മല്ലിക സുകുമാരന്റെ ഇന്റർവ്യൂസ് ഒരുപാട് ഓൺലൈൻ മീഡിയാസിൽ വരാറുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. മല്ലിക സുകുമാരന്റെ ഇന്റർവ്യൂസ് ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അതിന് കൊടുക്കത്തെ റീച്ചാണ്. ഒട്ടും റീച്ച് ഇല്ലാത്ത ഓൺലൈൻ മീഡിയാസ് പോലും മല്ലിക സുകുമാരന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാണെങ്കിൽ അവർക്കും ഒടുക്കത്തെ റീച്ച് ആയിരിക്കും. കാരണം അത്രയും ആളുകൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ നിലപാടുകളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരം വിഷയങ്ങൾ വന്ന് രംഗത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കമന്റ് ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. ഈ പറയുന്ന മല്ലിക സുകുമാരൻ സോഷ്യൽ മീഡിയയിൽ തീരെ ആക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തിയാണ്. മകനെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കയറി വന്ന് പ്രതികരിച്ചതാണെങ്കിൽ പിന്നെയും പറയാം ഇതൊക്കെ. പക്ഷെ അങ്ങനെയല്ലല്ലോ, കാലങ്ങളോളായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മല്ലിക സുകുമാരൻ. ചുമ്മാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നൊന്നും മാത്രം. എന്നിരുന്നാലും ഇന്നലെ ഈ പറയുന്ന എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് ആസിഫ് അലി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇന്നലെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കുടുംബത്തിന് കൂടെ വന്നതാണ്. അതിനിടയിൽ കൂടിയാണ് ഈ പ്രതികരണം. അന്ന് കേട്ടോക്കാം. ലാലേട്ടനെ സംബന്ധിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത് 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ ഇത് നടക്കുന്നു. എമ്പുരാൻ്റെ കട്ടിങ് വരുന്നു. ഇതൊക്കെ ഒരു ശരിയായ നടപടിയാണോ? ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ ലാലേട്ടനോ ഞാനെന്നോ നിങ്ങളെന്നോ ആരുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ്, ഒരാളെ കുറ്റം പറയാൻ 5 or 6 പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി കാണുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, കൂവുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അതെ, സത്യമാണ്. ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു സാധനമാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ പലരും ഇല്ലാത്തത് അങ്ങ് പറഞ്ഞുണ്ടാക്കി കളയും. അത് കണ്ട് തെറ്റിദ്ധരിച്ച് നമ്മൾ പലരും ചീത്ത പറയാനും തെറി വിളിക്കാനൊക്കെ തുടങ്ങും. അതാണ് ഒട്ടും സഹിച്ചുകൂടാത്തത്. വേറെ എന്തും സഹിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മനസ്സാ വാചക ചിന്തിക്കാത്തൊരു കാര്യം നമ്മളെ കുറിച്ച് ഇങ്ങനെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് കാണുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റിദ്ധാരണയിലൂടെ ആളുകൾ നോക്കി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്ത് അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. 1-2 വട്ടം ഞാനും ആ ഫേസിലൂടെ കടന്നു പോയതാണ്. നമ്മുടെ ഉറക്കം തന്നെ ഇല്ലാതാക്കി കളയും. സന്ദർഭോചിതമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവിടെ ആസിഫ് അലി തുടക്കത്തിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ഇവിടെ മോഹൻലാൽ ആസിഫ് അലി ഒന്നുമില്ല, ഒരു വ്യക്തിക്കെതിരെ ഒരു 4-5 പേര് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ അത് പലരും ഏറ്റെടുക്കാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും. അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സത്യമാണ് പറഞ്ഞത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ മോണോപോളായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിടയ്ക്കിടെ ഏതെങ്കിലും ഒരു ഫേമസ് വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കും. അവർക്കാണെങ്കിൽ ഒടുക്കത്തെ ബ്ലൈൻഡ് ഫോളോവേഴ്സ് ഉണ്ടാക്കും. ഇവരുടെ ബ്ലൈൻഡ് ഫോളോവേഴ്സ് എന്താക്കും, ഇതെല്ലാം അങ്ങ് ഏറ്റുപിടിക്കാൻ തുടങ്ങും. അതോടെ ഇതൊരു വിവാദമായി പോകാൻ തുടങ്ങും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഒന്നും വേണ്ട, എമ്പുരാൻ വിവാദം എടുത്തു നോക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഖ്യകൾ ആദ്യം പോസ്റ്റ് ഇട്ടപ്പോൾ ആരും മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ മറുനാടൻ മലയാളി അടക്കമുള്ളവർ ഇത് ഏറ്റുപിടിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ബ്ലൈൻഡ് ഫോളോവേഴ്സ് ഇത് ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിൽ ഇത് എന്താക്കി ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് മാറി. ഇല്ലെങ്കിൽ ഇത് ആരും മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രവണത അവസാനിക്കണം. ഒരാൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്കും പ്രോപ്പർ തെളിവില്ലാതെ കണ്ണടിച്ച് വിശ്വസിക്കുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ആരോടാ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം, എന്നാലും പറയന്നെ. അത് കാരണം കുറച്ച് പേർക്കെങ്കിലും ബോധം ഉണ്ടായ അത്രയും നന്ദി. എന്നിരുന്നാലും ഈ പറയുന്ന എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർ പലരും പ്രതികരിച്ചു കഴിഞ്ഞു അല്ലേ. പക്ഷെ ഒരു വ്യക്തി മാത്രം പ്രതികരിച്ചിട്ടില്ല. ആരാണ്? മുരളി ഗോപി. പുള്ളിക്കാരൻ ഇപ്പോഴും എമ്പുരാൻ വിവാദത്തിൽ മൗനം പാലിച്ച് നിൽക്കുകയാണ്. മുരളി ഗോപി അറിയാലോ, മുരളി ഗോപി എഴുതിയ സിനിമയാണ് ഈ പറയുന്ന എമ്പുരാനി. മാപ്പ് ജയം പറയൂല എന്നൊരു സ്റ്റാൻഡാണ് ആശാൻ. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എമ്പുരാൻ വിവാദം കത്തിപ്പോകുമ്പോഴും ഇന്നലെ മുരളി ഗോപിന്റെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താണത്? ഈദ് മുബാറക്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റിന്റെ ഇടയിൽ കൂടി ഇടാൻ തോന്നുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയെ അനുകൂലിക്കുന്ന ആളുകൾക്കുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് മുരളി ഗോപിയാണ് അല്ലെ. നട്ടലുള്ള ഒരുത്തനെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ എന്നുള്ളതാണ് മുരളി ഗോപിയെ കുറിച്ച് പലരും പറയുന്നത്. ഇപ്പോഴും മുരളി ഗോപി മൗനമായി തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് കോമഡിയാണ് കേട്ടോ. ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് മൗനം പാലിക്കുമ്പോൾ ഒരാൾക്ക് ഇത്ര ഫാൻ ബേസ് കയറുന്ന കാണുന്ന ആദ്യമായിട്ടാണ്. സാധാരണ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമ്പോഴാണ് ഫാൻ ബേസ് കയറാറ്. ഇത് മൗനം പാലിക്കുമ്പോൾ ഫാൻസ്. എന്തായാലും ഇനി മുരളി ഗോപി ഒന്നും മിണ്ടാൻ നിൽക്കണ്ട. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച
പ്രതികരിച്ചവരെല്ലാം ഏറി കയറുന്ന അവസ്ഥയാണ്. മിണ്ടാതിരിക്കുന്ന മുരളി ഗോപിക്കാണെങ്കിലോ ഒടുക്കത്തെ സപ്പോർട്ടും. അപ്പൊ അതിന് മേദം കുറെ കാലം മിണ്ടാതിരിക്കുന്ന തന്നെയല്ലേ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളി, അതാണ് നല്ലത്. എന്തായാലും സിനിമയുടെ 3 മിനിറ്റ് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് റീ റിലീസ് 2 ദിവസം കഴിഞ്ഞ് ഇറക്കുന്നുണ്ട് അല്ലേ. എന്തായാലും സിനിമ റിവ്യൂ ചെയ്യുന്നവർക്ക് വീണ്ടും ചാകരയായി. ഓൾറെഡി സിനിമയുമായി ബന്ധപ്പെട്ട് റിവ്യൂ ചെയ്ത ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് വന്നിട്ടുള്ളത് എമ്പുരാൻ സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോഴാണ്. ഷെസാമ ആണെങ്കിലും കൊക്കാണെങ്കിലും 3 മില്യനൊക്കെ അടുത്താണ് അവർക്ക് റീച്ച് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നാളെ ഈ സിനിമയുടെ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് റീ റിലീസ് ചെയ്യുമ്പോൾ അവരെന്താക്കും, വീണ്ടും ആ സിനിമ കണ്ടിട്ട് വീണ്ടും റിവ്യൂ ചെയ്യും. അപ്പൊ വീണ്ടും നല്ല റീച്ച് കയറും. ഈ സിനിമ കട്ട് ചെയ്ത് ഇറക്കിയവർക്കാണെങ്കിലോ അത് കണ്ടോക്കാൻ വീണ്ടും ആൾക്കാർ കയറും. അപ്പൊ അവർക്കും പൈസ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വർഗീയതയും പറഞ്ഞ് വിവാദമാക്കാൻ നോക്കിയത് അപ്പൊ ആരായി? അതാണ് ഈ വർഗീയതയും പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നവർ. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്ന്, ഇത് കേരളമാണ്, ഇവിടെ വർഗീയത വാഴൂല. ചിലപ്പോൾ നിങ്ങൾ വർഗീയത പറയുമ്പോൾ തുടക്കത്തിൽ കുറച്ച് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. കാരണം നിങ്ങളെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ അറ്റ് എൻഡ് ഈ വിഷയങ്ങളെല്ലാം പൊതുജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ വർഗീയത വിജയിക്കാറില്ല. അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് എമ്പുരാൻ എന്ന സിനിമയുടെ വിവാദത്തിലും നമ്മൾ കണ്ടത്. പൊതുജനം ഇപ്പോഴും എമ്പുരാൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കൂടെയാണ്. അപ്പൊ ഇനിയെങ്കിലും ഈ വർഗീയത പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇതൊന്നും മനസ്സിലാക്കിയാൽ നന്ന്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.